CA ഇപ്പോൾ ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പൊസിഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ഫേമിന് ഇന്റർവ്യൂവിന് ചെന്നാലും അവർ ചോദിക്കുന്ന ഭയങ്കര അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കുന്നത്. കാരണം അവൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. കാരണം വെച്ചാൽ എയിം ഉണ്ട്. സാധാരണ കുട്ടികൾക്ക് 10ലൊക്കെ വരുമ്പോൾ അങ്ങനെ എയിം ഉണ്ടാവണമെന്നില്ല. സോ ട്രിപ്പിളായി ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഫൗണ്ടേഷൻ ചെയ്തത് വേറൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ച് എൻ്റെ ഫ്രണ്ട് ഒരാൾ CMA പഠിക്കുന്ന ആദ്യം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞു ട്രിപ്പിളായി ഇവിടെ അടിപൊളിയാണ്, ഇങ്ങോട്ട് വാങ്ങാം. പിന്നെ ഇത് ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ ഇന്റർ പാസ്സാവും എന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് കാലത്ത് 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 8 മണി 7:30 കാരണം അവള് ഹോസ്റ്റലല്ല നിന്ന് പോയി വരെയായിരുന്നു. അപ്പോൾ 8 മണിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു 9 മണി ആകുമ്പോൾ തുടങ്ങി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2:30 മണി ഒക്കെ വരെ പഠിക്കും. സോ ഹായ്, എൻ്റെ പേര് അനീറ്റ രമ്യ. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയാണുള്ളത്. അമ്മ ഒരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അച്ഛൻ പ്രൈവറ്റ് ബസ്സാണ് ആലുവ വരാപ്പുഴ റൂട്ടിലാണ് ഓടിക്കുന്നത്. അനിയത്തി 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ CA ഇന്റർ ബോത്ത് ഗ്രൂപ്പും ക്ലിയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. അതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ ട്രിപ്പിൾ ഐ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഫസ്റ്റിൽ ചൂസ് ചെയ്തുകൊണ്ടാണ്. സോ വൈ CA എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസ് കുറേ പേര് CA ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പറ്റില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് CA എടുത്തത്. അപ്പോൾ 10th കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു CA എടുക്കണം. വീട്ടിൽ സയൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് കൊമേഴ്സ് എടുത്ത് CA ആകണം. അങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിക്ക് CA എടുത്തു. അങ്ങനെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് അതും ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ ട്രിപ്പിൾ ഐയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ CA ഇന്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റി. എൻ്റെ പേര് പ്രിൻസി ജോസ്. ഞാൻ ആലങ്ങാട് ജമാൽ പബ്ലിക് സ്കൂളിൽ എക്കണോമിക്സ് ടീച്ചറാണ്. എൻ്റെ പേര് ലിനി, അനീറ്റയുടെ ഫാദറാണ്. ഞാൻ പ്രൈവറ്റ് ബസ് ഡ്രൈവറായിട്ട് സർവീസ് നടത്തുന്നു ഡ്രൈവറായിട്ട്. ഓക്കെ. സത്യത്തിൽ ഇവളുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ സയൻസിന് 99 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് പറയുമല്ല സയൻസ് എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, മോനെ സയൻസ് ഗ്രൂപ്പിൽ പഠിക്കാത്ത കുട്ടികൾ സയൻസ് പഠിച്ച് ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുന്നതിലും നല്ലത് മോന് 99 മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ മോൻ സയൻസ് പ്രിഫർ ചെയ്യുന്നതിലും നല്ലത് പഠിച്ചു. അപ്പം മോള് പറഞ്ഞൊരു കാര്യം ഇതുള്ളൂ, അമ്മേ 5 വർഷം എനിക്ക് ഞാൻ CA എടുത്തോളാം, എനിക്ക് CA താല്പര്യം എന്ന് പറഞ്ഞു. സോ ട്രിപ്പിൾ ഐ ചൂസ് ചെയ്യാൻ കാരണം ഞാൻ ഫൗണ്ടേഷൻ ചെയ്തത് വേറൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ച് എൻ്റെ ഫ്രണ്ട് ഒരാൾ CMA പഠിക്കുന്ന ആദ്യം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞു ട്രിപ്പിൾ ഐ ഇവിടെ അടിപൊളിയാണ്, ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ട്രിപ്പിൾ ഐ ചൂസ് ചെയ്തതാണ്. അല്ലാണ്ട് ഫാക്കൽറ്റി പൂൾ അറിഞ്ഞിട്ടോ അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ട്രിപ്പിൾ ഐയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിപൊളി ഫാക്കൽറ്റി പൂൾ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ അറിഞ്ഞു വന്നു. പിന്നെ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവിടെ എന്താണ് അങ്ങനെ അടിപൊളിയാണെന്ന് പറയാനുണ്ടായ കാര്യം എന്താണ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എൻ്റെ സ്റ്റുഡൻസ് കുറേ പേര് CA ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ ഇത്രയൊക്കെ ഉണ്ട്, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിയും. അപ്പോൾ അവൾ നല്ല കോൺഫിഡൻസോടുകൂടി പറഞ്ഞു അമ്മ എനിക്ക് CA മതി, ഞാൻ CA പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് അമ്മ അന്വേഷിക്കുക അങ്ങനെയൊക്കെയുള്ള പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തു. പക്ഷേ ദിവാനുഗ്രഹത്തിൽ വേറെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫൗണ്ടേഷൻ പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോളെടുക്ക് പറയുമായിരുന്നു അമ്മ കൊണ്ടുപോയാണ് എന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്തത്, എനിക്ക് കുറച്ചും കൂടി വേറെ സ്ഥലത്ത് പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്ന് ഓക്കെ ഫൗണ്ടേഷൻ പാസ്സായല്ലോ, അപ്പോൾ മോള് നോക്കണേ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് മോള് കൂട്ടുകാരോടൊക്കെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ട്രിപ്പിൾ ഐ കിട്ടിയത്. ട്രിപ്പിൾ ഐയിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ബെസ്റ്റ് ഫാക്കൽറ്റി പൂളാണ്. പ്രത്യേകിച്ച് ഓരോ സബ്ജക്റ്റിനും ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് അവിടെ ഉള്ളത്. എല്ലാ ഫാക്കൽറ്റീസും ഒന്നിനൊന്ന് മെച്ചാണ്. ഇപ്പോൾ ടാക്സിന് എല്ലാവരും കുറേ സ്റ്റുഡൻസ് പറയാറ് ടാക്സിലെ ഫാക്കൽറ്റി അത്ര അടിപൊളിയല്ല എന്ന് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പിള്ളേരൊക്കെ പറയാറുണ്ട്. പക്ഷേ ട്രിപ്പിൾ ഐയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് ടാക്സിൻ്റെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ജസ്റ്റിൻ സാർ ആണെങ്കിലും അതിപ്പോൾ ജസ്റ്റിൻ സാർ പഠിപ്പിക്കുന്ന രീതി ഭയങ്കര അടിപൊളിയാണ്. കാരണം സാർ ആദ്യം ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞൊരു എക്സാമ്പിൾ സ്വന്തമായിട്ട് ഇടും. അപ്പോൾ അതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിപ്പോൾ ടാക്സ് മാത്രമല്ല എല്ലാ
ഫാക്കൽറ്റീസും അവർ ഒന്നിനൊന്ന് മെച്ചാണ്. എല്ലാവരും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യുന്നത്, പക്ഷെ അവരെല്ലാവരും അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ധന്യാമിസ് ആണെങ്കിലും ധന്യാമിസ് ഓരോ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു 15 to 20 മിനിറ്റ്സ് തരും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റുകയാണ്. ഇപ്പോൾ ജസ്റ്റിൻ സാറും ധന്യാമിസും മാത്രമല്ല, ബാക്കി എല്ലാ ഫാക്കൽറ്റീസും ആദർ സാറാണെങ്കിലും, ഇപ്പോൾ ആദർ സാർ എടുക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ മോട്ടിവേഷനും എന്റർടൈൻമെന്റും സ്റ്റഡീസും എല്ലാം മൂന്നും കൂടി ഒരുമിച്ച് ഒറ്റ ക്ലാസ്സിൽ നമുക്ക് കിട്ടും. അതൊരു ഡിഫറെൻറ്റ് ഫാക്ടറാണ് ആദർ സാറിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും അവർ ഏറ്റവും ബെസ്റ്റാണ് ട്രിപ്പിൾ-ഐയിൽ. സോ അതാണ് ട്രിപ്പിൾ-ഐയിൽ ഫാക്കൽറ്റി പൂളിനെ പറ്റി പറയാനുള്ളത്. ലനീറ്റ പ്രത്യേകിച്ച് പ്രായമെന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിൽ അവളുടെ സ്വന്തം ഇതിൽ തന്നെ നമ്മൾ കൂടുതൽ പഠിക്കുന്ന പറയണ്ട, അല്ലാണ്ട് തന്നെ അവൾ ആ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. ആ ഇതിൽ കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ഇത് വന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ട്രിപ്പിൾ-ഐയിൽ ചേർന്ന് പഠിച്ചതുകൊണ്ട് അവൾക്കൊരു കുറച്ചും കൂടി ഇത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പഠിക്കുന്ന കാര്യത്തിൽ ആൾ ഇത്തിരി മുന്നിൽ തന്നെയാണ്. 10th-ലും 12th-ലും ഒക്കെ നല്ല മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കധികം ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അവളുടെ പഠിത്തത്തിൽ അധികം തലയിട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. ട്രിപ്പിൾ-ഐയിൽ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൽ RTP, MTP അതുപോലെ തന്നെ ടെക്സ്റ്റിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് വേറൊരു സൈറ്റിൽ പോയി അത് എടുക്കേണ്ട കാര്യമില്ല. ആ സ്റ്റഡി മെറ്റീരിയൽ തന്നെ അതൊന്ന് പഠിച്ചു പോയാൽ തന്നെ അത്യാവശ്യം ഒരു റാങ്കിനുള്ള ലെവൽ ഉണ്ട്. ഇപ്പം അതിൽ ഫാക്കൽറ്റീസ് മാൻഡേറ്ററി ആയിട്ട് അത് ചെയ്യണമെന്നും പറയാറുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് എന്താ പറയുക തറവായിട്ട് ആ ചാപ്റ്റർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഈ RTP, MTP ഒക്കെ നമ്മൾ സാധാരണ എക്സാമിന് ടൈം ആകുമ്പോഴാണ് ചെയ്യാറ്. പക്ഷെ ഇതിപ്പോൾ നേരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് അത് അപ്പം തന്നെ പഠിക്കുമ്പോൾ ഒരു നന്നായിട്ട് തറവ് ബേസ് നമുക്ക് ഓരോ ചാപ്റ്ററിനും കിട്ടാറുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എക്സാമിനെ സംബന്ധിച്ചാണെങ്കിലും അത് നമ്മൾ ഒരു തവണ ചെയ്തതുകൊണ്ട് തന്നെ എക്സാമിനൊന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു എക്സാമിന് ചെയ്യുമ്പോൾ. പിന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു. അത്രയും നാൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം പറയണവരെല്ലാവരും പറയുന്നത് അയ്യോ ഇത് ഭയങ്കര പാടാണ്, ടഫാണ്, ഒരുപാട് വർഷം പിടിക്കും, പ്രത്യേകിച്ച് പെൺകുട്ടിയാണല്ലോ, ഒരു നമ്മൾ 24 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോൾ മോളെ കെട്ടിച്ചു വിടണ്ടേ, അപ്പൊ അതിനുള്ളിൽ തീരൂല, അങ്ങനെയാണ് എല്ലാവരും പറയണത്. അപ്പൊ നമുക്കൊരു പേടിയുണ്ട്. കാരണം നമ്മുടെ ആദ്യത്തെ കുട്ടി എങ്ങനെയെങ്കിലും നന്നായി പഠിക്കും, നമ്മുടെ മനസ്സിലുള്ളത് നന്നായി പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം എന്നാണല്ലോ. പിന്നെ ഇത് ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ ഇന്റർ പാസ്സാവും എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് കാലത്ത് 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 8 മണി 7:30 കാരണം അവള് ഹോസ്റ്റലല്ല നിന്നത്, പോയി വരെയായിരുന്നു. അപ്പൊ 8 മണിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു 9 മണി ആകുമ്പോൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2:30 മണി ഒക്കെ വരെ പഠിക്കും. അപ്പൊ ആൾക്ക് ഉറക്കൂലാതാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ മുടിയൊക്കെ പോകുന്നു. അപ്പൊ നമുക്കൊരു മോളെ എന്തിനാണ് ബികോം എടുത്താൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ. കാരണം പിള്ളേര് ടെൻഷൻ അടിച്ച് പഠിക്കും, ആൾക്ക് ടെൻഷൻ ഇല്ല. ആ ഒരു കാര്യമാണ് ഇവളുടെ എനിക്ക് തോന്നുന്ന വിജയത്തിന്റെ ഏറ്റവും കൂടുതൽ. ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളോട് പറയുന്നു. അപ്പോൾ 10th സയൻസ് എടുക്കണമെന്നായിരുന്നു, വീട്ടിൽ ഭയങ്കര പ്രഷറായിരുന്നു. അപ്പൊ അമ്മയും പറഞ്ഞു എല്ലാവരും സയൻസ് എടുക്കണം, നീ സയൻസ് എടുക്ക്. ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു CA ഒന്നും എടുത്താൽ അത്ര ശരിയാവില്ല. കുറെ പേര് പറഞ്ഞു വെൽ വിശ്വാസമായിട്ടും, എന്ന് വെച്ചാൽ തീരെ അറിയാത്തവരൊക്കെ വന്ന് പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല, കിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു അച്ഛൻ പറഞ്ഞു ഇത് ശരിയാവില്ല, കാരണം അവിടെ കോച്ചിങ് ഉണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട് CAക്ക് വേണ്ടിയിട്ട്. അപ്പൊ കുറെ പേരൊന്നും ക്ലിയർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എടുക്കണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നിയത്. ഫാമിലിയിലാണെങ്കിലും ഫസ്റ്റ് ഗ്രൂപ്പ് എനിക്ക് ലാസ്റ്റ് പേപ്പർ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു പോയതാണ്. അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. തന്നെ അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടി BCom ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടില്ല, അപ്പോഴേ ഇനിയിപ്പോൾ അടുത്ത പരിപാടി BCom അല്ലെങ്കിൽ അടുത്ത ഇതെന്നുള്ളതാ. ഇനിയിപ്പോൾ സമയം ഉണ്ടല്ലോ, May 24 എഴുതിയാൽ മതിയല്ലോ. അങ്ങനെയായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് എഴുതണോ ഒന്നും ചോദിച്ചില്ല. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാന്നുള്ള രീതിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി. ഭാഗ്യത്തിന് സെക്കൻഡ് ഗ്രൂപ്പും ക്ലിയർ ചെയ്യാൻ പറ്റി. അതായിരുന്നു. CA ഇപ്പോൾ ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പൊസിഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ഫാമിന് ഇന്റർവ്യൂവിന് ചെന്നാലും അവർ ചോദിക്കുന്ന ഭയങ്കര അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത് ഇങ്ങനെയുള്ളവരെ കാണാൻ ഭയങ്കര ഇതാണെന്ന് അവർ പറയാറുണ്ട്.
അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് വെച്ചാൽ അപ്പൊ CA കംപ്ലീറ്റ് ചെയ്യണം. ഫൈനും ഇതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ട്, അതൊരാഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ CA ജസ്റ്റ് ഒരു 2 വർഷം എംപ്ലോയ്മെന്റിന് പോകണം. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കരിയറും കൂടി നോക്കണമെന്നുണ്ട്. കാരണം അവൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എയിം ഉണ്ട്. സാധാരണ കുട്ടികൾക്ക് 10ലൊക്കെ വരുമ്പോൾ അങ്ങനെ എയിം ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഇത് മതി, അത് സ്ട്രോങ് ആയിട്ട് എന്തിനും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഉണ്ട്. ആ ഡിസിഷനിൽ ആൾ ഉറച്ചു. പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികളുമായിട്ട് മാർക്ക് കമ്പയർ ചെയ്യില്ല, ഒരു കുട്ടികളുമായിട്ട്. അപ്പോൾ അവൾക്ക് ഒരു 10 മാർക്ക് കൂടുതൽ കിട്ടിയെന്നോ അവന് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കിട്ടിയത് എനിക്ക്. പിന്നെ അത് മാത്രമല്ല അതിനെപ്പറ്റി കൂടുതൽ നിനക്ക് എത്ര കിട്ടി ഇങ്ങനെ ഒരു എക്സ്പോഷർ അതൊന്നുമില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെടല്. കാരണം സാറ് പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാൽ ഇത്രയും ഇത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ അറിയാം, ആ ഒരു ഡയലോഗാണ് ഉണ്ടാവാറുള്ളത്.